إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് പരമാവധി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു ഏതൊരു കാര്യത്തെയാണോ സത്യം ചെയ്യുന്നത്, ആ കാര്യത്തിൻ്റെ പ്രാധാന്യം അത്രയേറെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് പ്രഭാതം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ വിഷയം, സൂറത്തുൽ ഫജ്റിലെ 1-ാമത്തെ ആയത്ത് വൽ ഫജ്ർ, കാലം പ്രഭാതം തന്നെയാണ് സത്യം എന്നാണ്. അതുപോലെ സൂറത്തുൽ മുദ്ദസിറിൽ വസ്സുബ്ഹി ഇദാ അസ്ഫർ, പ്രഭാതം പുലർന്നാൽ അത് തന്നെയാണ് സത്യം. അതുപോലെ സൂറത്തു തക്വീറിൽ വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം വിടർന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് സത്യം എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രഭാതത്തിന്റെ വരവ് എന്നുള്ളത് അത് വെറുമൊരു സമയമാറ്റമായല്ല പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്, മറിച്ച് അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്നും ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നും അത് അള്ളാഹുവിന്റെ ഒരു വലിയ നിഅമത്താണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഒരാൾ കിടന്നാൽ പിറ്റേ ദിവസം
രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. ഞങ്ങളെ മരണപ്പെട്ടതിന് ശേഷം ജീവിപ്പിച്ചവനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, ഇനി അവനിലേക്ക് തന്നെയാണ് മടങ്ങാനുള്ളത് എന്ന് നമ്മളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറയുകയാണ്. കാരണം സഹോദരങ്ങളെ, ഉറക്കം എന്നത് ചെറിയ ഒരു മരണമാണ്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നാൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. പിറ്റേ ദിവസം അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് തിരിച്ചു നൽകുന്നു. എത്രയെത്ര ആളുകളാണ് ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം ലോകത്താകെ ഏകദേശം 25,000 മുതൽ 45,000 വരെ ആളുകൾ ഉറക്കത്തിലാണ് മരണപ്പെടുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു മാസത്തെ കണക്കെടുത്താൽ ഏകദേശം 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഉറക്കത്തിലാണ് മരണപ്പെടുന്നത്. ഒരു വർഷത്തിലാണെങ്കിൽ 90 ലക്ഷം മുതൽ 1,60,00,000 വരെ ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണം എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് വീണ്ടും പുതിയൊരു ദിവസത്തിലേക്ക്, പ്രഭാതത്തിലേക്ക് ഉണരാൻ അല്ലാഹ് നീ എനിക്ക് തൗഫീഖ് നൽകിയല്ലോ. അതുകൊണ്ട് നിന്നെ ഞാൻ ഓർക്കുന്നു, നിനക്ക് ശുക്ർ പറയുന്നു, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരിച്ചതിന് ശേഷം എന്നെ വീണ്ടും ജീവിപ്പിച്ച അല്ലാഹ്, നിനക്ക് അൽഹംദുലില്ലാഹ്, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടങ്ങാനുള്ളത് എന്ന് നിങ്ങൾ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പല ആളുകളും കിടക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ചൊല്ലാൻ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ചൊല്ലാൻ പഠിപ്പിച്ച ഒരുപാട് ദുആകളുണ്ട്. പലപ്പോഴും ആളുകൾ മറന്നു പോവുകയാണ്, അള്ളാഹുവിനെ ഓർക്കുന്നില്ല, അവൻ ചെയ്ത നിഅമത്തുകൾ മനസ്സിലാക്കുന്നില്ല, ഇത് ചെയ്തു തന്ന അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നില്ല. പല ദുആകളും പഠിപ്പിച്ചു, ഇതൊന്നും പരിഗണിക്കാതെയാകുമ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് രാവിലെ എണീക്കാൻ കഴിയാതെ വരുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബഹിക്ക് എഴുന്നേൽക്കാതെ നേരം പുലരുന്നത് വരെ ഉറങ്ങിയ ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത് ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദുനൈഹി എന്നാണ്. അത് പിശാച് അവന്റെ ഇരു ചെവികളിലും മൂത്രമൊഴിച്ച മനുഷ്യനാണ് എന്നാണ്. സുബഹിക്ക് ബാങ്ക് കൊടുത്തിട്ടും പള്ളിയിൽ പോകാതെ ജമാഅത്ത് നിസ്കരിക്കാതെ ഉറങ്ങിയ വ്യക്തിയാണോ എങ്കിൽ അവന്റെ ഇരുചെവിയിലും പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ സഹോദരങ്ങളെ, സുബഹിക്ക് എഴുന്നേൽക്കുമെന്ന ദൃഢനിശ്ചയം തലേന്ന് രാത്രി തന്നെ ഉണ്ടാവുകയും പഠിപ്പിച്ച ഒരുപാട് ദുആകളുണ്ട്. ആയത്തുൽ കുർസി പാരായണം ചെയ്ത്, മുഅവ്വിദത്തൈനി പാരായണം ചെയ്ത്, ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പാരായണം ചെയ്ത് നമ്മൾ അൽഹംദുലില്ലാഹ് ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉ ഇന്ന സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ തുടങ്ങിയുള്ള പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ظهري ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനമായി ഉറങ്ങുന്നതിന് മുമ്പ് പറയേണ്ട വാചകം അതാണ്. ഈ ദിക്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ തന്നെ എണീക്കും എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പിശാചിനും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ ദിക്റുകൾ പറഞ്ഞ് നാളെ സുബഹിക്ക് എഴുന്നേൽക്കണം എന്ന നിയ്യത്തുണ്ട് എങ്കിൽ തീർച്ചയായും സഹോദരങ്ങളെ നമുക്ക് എണീക്കാൻ കഴിയും. അങ്ങനെ എണീക്കുന്നവനാകണം, അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുബഹി നമസ്കാര ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ദുആകളിൽ, ദിക്റുകളിൽ, മറ്റ് ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു. സൂര്യൻ ഉദിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ഉദിച്ചു എന്ന് മറുപടി കിട്ടിയാൽ അദ്ദേഹം പറയാറുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ
അഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലിക്നാ ബിദുനൂബിനാ. എത്രയെത്ര തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മൾ. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്ത ചിന്തിക്കുന്നവരാണ്. എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു. സ്വഹാബിയായ മഹാനായ പണ്ഡിതൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നമ്മുടെ പാപങ്ങൾ കാരണം നമ്മെ നശിപ്പിക്കാതെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ജീവിക്കാൻ ഒന്നുകൂടി അനുമതി നൽകിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് എത്ര തവണ ഇങ്ങനെ നമ്മൾ പറയണമെന്ന് ആലോചിച്ചു നോക്കൂ. എത്ര തെറ്റുകൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. എന്നിട്ടും എന്റെ അനുഗ്രഹത്തിന് ഒരു കുറവും വരുത്താത്ത, എനിക്ക് സുഖമായി ജീവിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും നൽകിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയാറുണ്ടോ? ഈ രൂപത്തിലുള്ള ചിന്തകൾ, ശുക്രിന്റെ വാക്കുകൾ, ശുക്രിന്റെ ചിന്തകൾ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലും നാവിലും എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. പ്രഭാതം എന്നത് ഈ ഉമ്മത്തിന് പ്രത്യേകമായി ബറക്കത്താക്കപ്പെട്ട, അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. പ്രഭാത സമയത്ത് അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് ബറക്കത്ത് കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഉമ്മത്തിന് ബറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ ആ ഫജ്റിന്റെ സമയമാണ്. സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം, തൊട്ട് ശേഷമുള്ള സമയം. ഇത് ഉമ്മത്തിന് ബറക്കത്തുള്ള വലിയ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആ സമയത്ത് നമ്മുടെ ബിസിനസ്സും നമ്മുടെ പഠനങ്ങളും ഒക്കെ ആകട്ടെ എല്ലാം ഫലപ്രദമായി തീരും. എന്ത് കാര്യം പഠിച്ചാലും നമ്മുടെ തലയിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആ ഫജ്റിന്റെ പ്രഭാതത്തിന്റെ സുബഹിക്ക് തൊട്ട് ശേഷമുള്ള സമയം സഹോദരങ്ങളെ ഏറെ ഫലം ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യ ശരീരത്തിൽ ഒരു നശാത്ത് ഉണ്ടാക്കുന്ന, ഒരു ഉന്മേഷവും ശ്രദ്ധയും നൽകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് രാവിലെയുള്ള 6 മണി സമയത്താണ് എന്നാണ്. പഠനത്തിനും കൃത്യമായ തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം സഹോദരങ്ങളെ പ്രഭാതത്തിലെ സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭാതത്തിൽ തലച്ചോറ് ഒരു ശൂന്യമായ സ്ലേറ്റ് പോലെയാണ്. അതിലേക്ക് നമ്മൾ എന്തു കുറിച്ചു വെക്കുന്നുവോ എന്നും മറക്കാതെ ഫലവത്തായി എന്നും ഓർമ്മയുള്ള അവസ്ഥയിൽ അത് നിലനിൽക്കും. അതുകൊണ്ടാണ് കുട്ടികൾ ഹിഫ്ള് പഠിക്കുമ്പോഴൊക്കെ രാവിലത്തെ സമയം ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാരണം ആ സമയം ഫ്രഷ് മൈൻഡുള്ള, തലച്ചോറ് കാലിയായി എന്തും പഠിച്ചാൽ പെട്ടെന്ന് തലയിൽ കയറുന്ന സമയമായതുകൊണ്ടാണ് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ്. മഹാനായ സഖർ ഇബ്നു വദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ കച്ചവട കാര്യങ്ങളിൽ അദ്ദേഹം വലിയൊരു മാറ്റം വരുത്തുകയാണ്. തന്റെ കച്ചവട സംഘങ്ങളെ, ചരക്കുകളെ ദൂരസ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സുബഹി കഴിഞ്ഞാൽ ഉടനെ അവരെ യാത്രയയക്കുമായിരുന്നു എന്നും, പിന്നീട് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വലിയ വർധന ഉണ്ടായി, ബറക്കത്തുണ്ടായി എന്നത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സഹോദരങ്ങളെ, ആ പ്രഭാതത്തിൽ നമ്മുടെ സട്ടാവ് അടിമകളായ നമ്മളോട് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് സുബഹി നിസ്കാരം എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. നമ്മുടെ ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ നിസ്കാരം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ഫജ്ർ നിസ്കാരം. ആ സമയത്ത് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയം കൂടിയാണ്. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നിസ്കാരം കൂടിയാണ്. അഖ്മിസ്സലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഖ്മിസ്സലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ. സൂര്യൻ അതിന്റെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രിയുടെ ഇരുട്ട് പ്രവേശിക്കും വരെ വ്യത്യസ്ത സമയങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട നിർബന്ധ നമസ്കാരങ്ങളുണ്ട്. കൃത്യമായി നിങ്ങൾ അത് നിർവഹിക്കണം.
ഇത് അള്ളാന്റെ കൽപ്പനയാണ്. പിന്നെ പ്രത്യേകം പറഞ്ഞു വഖുർആനൽ ഫജ്ർ, ഫജ്റിന്റെ ഖുർആൻ പാരായണവും. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നാം നിസ്കരിക്കുന്ന ഫജ്ർ നിസ്കാരമുണ്ടല്ലോ, അത് നിങ്ങൾ നിർവഹിക്കണം എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞു. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്റിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിന്റെ വചനങ്ങൾ അത് നാളെ സാക്ഷിയായി രംഗത്തുണ്ടാകും. അവിടെ മലക്കുകൾ സന്നിഹിതരായിരിക്കും. നമ്മുടെ ഫജ്ർ നമസ്കാരങ്ങൾ നാളെ നമുക്കുള്ള അനുകൂലമായ സാക്ഷിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുബഹി നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി പോയി നിർവഹിക്കുക എന്നത് സഹോദരങ്ങളെ മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ച് അലാറം വെച്ച് എണീക്കേണ്ട കാര്യമാണ് അല്ലെ. എത്ര ക്ഷീണിച്ചാലും വേൾഡ് കപ്പിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ടീമിന്റെ കളി 1:30 3:30 എന്നറിഞ്ഞാൽ ഒരു പ്രയാസവും കൂടാതെ എത്ര ക്ഷീണിതനാണെങ്കിലും അലാറം വെച്ച് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക സഹോദരങ്ങളെ, ആരാണ് ആ ടീമിൽ കളിക്കുന്നത്? ആരാ അപ്പുറത്തെ ടീമിലുള്ളത്? ആ ടീമിലുള്ള ആർക്കെങ്കിലും നമ്മളെ കുറിച്ച് അറിയോ? ഒരു വിവരമില്ല. നമ്മളെ കുറിച്ച് എന്തെങ്കിലും സ്നേഹം നമ്മളോടുണ്ടോ? ഒരെന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നാലും പൈസ മുടക്കി, ഒരുപാട് സമ്പത്ത് മുടക്കി, കട്ടൗട്ട് വെച്ച്, ഫ്ലക്സുകൾ സ്ഥാപിച്ച്, അവർക്ക് വേണ്ടി അലറി വിളിച്ച്, അധ്വാനം എല്ലാം അവർക്ക് വേണ്ടി ചെലവാക്കുന്നു. ഈ സ്നേഹവും അവർക്ക് വേണ്ടി ആർത്തു വിളിച്ചതും ഒന്നും അവരറിയുന്നുമില്ല. നിങ്ങൾ ചിന്തിച്ചോളി സഹോദരങ്ങളെ, നമുക്ക് ഈ കണ്ണ് തന്ന, കാത് തന്ന, ഹൃദയം തന്ന, ചിന്താശേഷി തന്ന, തലച്ചോറ് തന്ന, കൈകാലുകൾ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒട്ടനേകം അനുഗ്രഹങ്ങൾ പടച്ചിറപ്പ് നമുക്ക് നൽകി. അവന് നമ്മളോട് ഏറെ സ്നേഹമുണ്ട്. ആ അള്ളാഹുവിനെ നമ്മളെ അറിയാം. നമ്മളെക്കാൾ നമ്മെ കുറിച്ച് അറിയുന്നത് ആ അള്ളാഹുവിനാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് ആ അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹു പറയാണ്, നിങ്ങൾ ഇന്ന സമയമാകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കണം. ഇത് വെറുതെ നിസ്കരിച്ചാൽ വെറുതെ കഴിഞ്ഞു പോയല്ല. നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ സംരക്ഷണമുണ്ട്, പ്രതിഫലമുണ്ട്. നാളെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത് അള്ളാഹുവിന്റെ ഓഫറാണ്. എന്നാൽ കളി കാണാൻ 1:30 എണീക്കുന്ന ആളുകൾ ചിന്തിച്ചു നോക്കും, എന്തെങ്കിലും മെച്ചം ആ കളി കണ്ടതുകൊണ്ട് നമുക്കുണ്ടോ? ഒന്നുമില്ല. ഒരു നശ്വരമായ ഒരു ഉല്ലാസത്തിനപ്പുറത്ത്, താൽക്കാലികമായ ഒരു ആവേശത്തിനപ്പുറത്ത് സഹോദരങ്ങളെ, ഒരു കാര്യം എന്നതിനപ്പുറത്ത് വേറെ എന്താ ഇതിനപ്പുറത്തുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇതിനെല്ലാം എണീക്കാൻ കഴിയുന്ന നമുക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അള്ളാഹുവിനോടുള്ള എത്രമാത്രം വലിയ ഒരു നിരുത്തരവാദിത്തമായ ഒരു പ്രവൃത്തിയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അള്ളാഹ് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബ്ഹ് നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് ഉള്ളത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പകലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്ന്, തകർന്നു പോകുന്ന വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ സുബഹി നമസ്കാരം നമ്മളെ സഹായിക്കും. ഒരാൾ സുബഹി നിസ്കരിച്ച് മനസ്സ് പാകപ്പെടുത്തിയിട്ടാണ് ആ ദിവസം മുന്നോട്ടിറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കാവലും അവന്റെ സംരക്ഷണവും നമുക്കുണ്ടാകും. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഒരു ജമാഅത്തും ഞാൻ കളയില്ല എന്ന് ഈ ജുമുഅ കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കണം. ഒരു സുബഹിയും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന ഗൗരവമായി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഞാനത് നഷ്ടപ്പെടുത്തി കളയില്ല എന്ന ഗൗരവമായ ഒരു ചിന്ത ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ എടുക്കേണ്ടതാണ്. നോക്ക് നിങ്ങൾ, സുബഹി പോട്ടെ, അതിന്റെ 2 റക്അത്ത് സുന്നത്തിനെ കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റക്അത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ എന്നാണ്. നോക്ക് നിങ്ങൾ, നമ്മളെല്ലാം പെടാപാടുപെടുന്നത്, കഷ്ടപ്പെടുന്നത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്ത് പോയി കുടുംബത്തെ നഷ്ടപ്പെടുത്തി സമയം മുഴുവൻ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്പം സമ്പത്തുണ്ടാകാൻ വേണ്ടിയാണ്. എങ്കിൽ ഒരു രാജാവിന്റെ മുഴുവൻ സ്വത്തും അധികാരവും നിങ്ങൾക്ക് തരാം എന്നൊരാൾ പറഞ്ഞാൽ, അല്ല, ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരുടെയും സ്വത്തും അധികാരവും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് കേട്ടോ ആ 2 റക്അത്ത് നിസ്കാരം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ആ സുന്നത്തിന് ഒഴിവാക്കുമായിരുന്നില്ല. ഇനി സുബഹിന്റെ മുമ്പ് അത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെക്കുക, സുബഹിന്റെ ശേഷം അതിന്റെ പ്രാധാന്യം കൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കാം എന്നതാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യത്തിൽ ഒരു ഗൗരവമായ ചിന്ത. എല്ലാ ദിവസവും ഈ 2 റക്അത്ത് പിടിക്കുക. അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക സഹോദരങ്ങളെ മരണം കഴിഞ്ഞാലാണ്. ഇത്രയേറെ പ്രാധാന്യം അതിനുണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ഖേദിക്കുന്ന അവസ്ഥ വരും. മരിച്ചു കഴിയുമ്പോ എത്രയാണ് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞത്, എന്താണ് ഞാനത് നിർവഹിക്കാതെ പോയത് എന്നതിനെ കുറിച്ച് നമ്മൾ ഖേദിക്കും. ഇത്ര കാലം എങ്ങനെ പോയി എന്നത് പോകട്ടെ, തൗബ ചെയ്ത് ഇനിയുള്ള കാലം ഇൻഷാ അല്ലാഹ് പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ദീനിയായ ചില ചിട്ടകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രാവിലെയുള്ള ദിക്റുകൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്കുറുല്ലാഹ ദിക്റൻ കസീറാ. വിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ദിക്ർ എടുക്കണം, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പറഞ്ഞു, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം കേട്ടോ, തസ്ബീഹ് ചൊല്ലണം കേട്ടോ, തഹ്മീദുകൾ ഉണ്ടാകണം കേട്ടോ, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അദ്കാറുസ് സബാഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്കാറുസ് സബാഹി വൽ മസാഇ ബിമൻസിലത്തി ദർഇ എന്നാണ്. പ്രഭാത പ്രദോഷ ദിക്റുകൾ ഉണ്ടല്ലോ, ഒരു അങ്കിയും പരിചയവും പോലെയാണ്. കുല്ലമാ സാദ സുംകുഹു ലം യതഅസ്സർ സാഹിബുഹു. അതിന്റെ കനം എത്രത്തോളം കൂടുന്നുവോ അത് ധരിച്ചവനും ഒരു അപകടവും വരുത്താത്തതുപോലെ നമ്മൾ എത്രത്തോളം സമയം ദിക്ർ ചൊല്ലുന്നുവോ, എത്രത്തോളം ആത്മാർത്ഥയും മനസ്സാന്നിധ്യവും ഖുശൂഉം അതിലുണ്ടാകുന്നുവോ അത്രയേറെ സംരക്ഷണവും കാവലും അത് ചൊല്ലി രാവിലെ ഇറങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാകും എന്നാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അൽ ഗദാഉ നഫ്സി എന്നാണ്. പ്രഭാതത്തിലെ ഈ അദ്കാറു സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ ആത്മാവിന്റെ ആഹാരമാണ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പരിചയവും കാവലുമാണ്. ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ എന്റെ ആത്മീയ ശക്തി ക്ഷയിച്ചു പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ രാവിലെ ചൊല്ലാനുള്ള ദിക്റുകൾ, എത്രയേറെ പ്രാർത്ഥനകൾ, സുന്ദരമായ ദ്വാകൾ, ഇതർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ കിട്ടുന്ന ആശ്വാസവും സമാധാനവും അതിനേക്കാൾ വലിയ ആശ്വാസം വേറെ ഏതാ ഉള്ളത്? ഇത് നമ്മൾ ചൊല്ലിയാൽ തീർച്ചയാണ് സഹോദരങ്ങളെ, തീർച്ചയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് ശരിയാക്കി തരും. അതിനുള്ള എല്ലാം നമ്മൾ തേടുന്നുണ്ട്. അർത്ഥമറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ചൊല്ലിയാൽ മതി. ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് അതിനുണ്ട്. ഒന്നാമത്തെ നമ്മൾ തീരുമാനിക്കാം, ഇൻഷാ അല്ലാഹ് സുബഹി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി ഞാൻ മാറ്റിവെക്കും, വേറെ ഒരു പരിപാടിക്ക് എന്നെ കിട്ടൂല. ഈ ദിക്ർ ചൊല്ലിയിട്ടേ നാം എന്റെ നിസ്കാരപ്പായിൽ നിന്ന്, സ്ത്രീകളെ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ നിസ്കാരപ്പായിൽ നിന്ന് ഞാൻ എണീക്കുന്നത് ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടായിരിക്കും എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അതൊരു തീരുമാനം തന്നെയാവണം. അതുപോലെ പുരുഷന്മാരെ, പള്ളിയിൽ സുബഹി കഴിഞ്ഞ് നമ്മൾ എണീക്കുന്നത് ഈ ദിക്റുകളുടെ 10 മിനിറ്റ് ചെലവഴിച്ചാൽ മതി. സുന്ദരമായ എല്ലാ കാര്യങ്ങളും തേടുന്നുണ്ട്, ദുനിയാവിലെ കാര്യങ്ങളും തേടുന്നുണ്ട്, നാളെ ആഖിറത്തിലെ കാര്യങ്ങളും നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയാൽ അത്രയും നല്ലതാണ്. അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം വർദ്ധിക്കും. അപ്പോൾ അത് ചൊല്ലാനുള്ള താല്പര്യം സ്വാഭാവികമായും കൂടും. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവുക, ഇതെനിക്ക് അറിയില്ലല്ലോ, എനിക്ക് അറബി അറിയില്ലല്ലോ, പഠിച്ചിട്ട് ആവണില്ലല്ലോ, ഹിഫ്ളാക്കാൻ കഴിയില്ലല്ലോ എന്നാണെങ്കിൽ സഹോദരങ്ങൾ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഹിസ്നുൽ മുസ്ലിം പോലെയുള്ള, അതുപോലെ സഹീഹായ ഹദീസുകളിൽ വന്നത് മാത്രം ശേഖരിച്ച പുസ്തകങ്ങളുണ്ട്. ഇനി അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് അദ്കാർ സ്വഭാവൽ മസാ അടിച്ചാൽ ഇഷ്ടം പോലെ ആപ്പുകൾ നമുക്ക് ലഭിക്കും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് അത് എല്ലാ ദിവസവും ചെല്ലാം. റിമൈൻഡർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിട്ടയായി ഇത് ചൊല്ലിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അസ്ർ കഴിഞ്ഞ് വൈകുന്നേരവും നമ്മൾ ഇത് ചൊല്ലിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ എന്ന ഒരു തീരുമാനം നമ്മൾ എടുത്താൽ ഇൻഷാ അല്ലാഹ് ഒരു നല്ല ദീനിയായ ഒരു വിശ്വാസത്തോടു കൂടി നല്ല ഒരു സമാധാനമുള്ള ചിട്ടയായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
പ്രഭാതം എന്നത് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്താണ് എന്നും അതുകൊണ്ട് തന്നെ ആ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം, അതിനെ നഷ്ടപ്പെടുത്തിക്കൂടാ എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഓരോ പ്രഭാതവും ഓരോ ദിവസങ്ങളും നമ്മോട് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, ഓ മനുഷ്യ, ഞാൻ നിന്നിലേക്കുള്ളൊരു പുതിയ സൃഷ്ടിയാണ് കേട്ടോ. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആ പ്രഭാതം നമ്മളോട് ഇങ്ങനെ പറയാൻ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ് കേട്ടോ. വഅല അമലിക ഷഹീദ്, നീ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ സാക്ഷിയാണ് കേട്ടോ, അതുകൊണ്ട് നല്ല പ്രവർത്തിച്ചോ. മിന്നി, എന്നെ നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ഓരോ പ്രഭാതവും നമ്മോട് വിളിച്ചു ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരോടെങ്കിലും ദേഷ്യപ്പെടുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ഇതൊക്കെ ഒഴിവാക്കുക സഹോദരങ്ങളെ. പുഞ്ചിരിയോടും സലാം പറഞ്ഞും നല്ല പോസിറ്റീവായ മൈൻഡ് സെറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. നല്ല ഒരു ദിവസം കെട്ടിപ്പടുക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, എല്ലാ ദിവസത്തെ രാവിലെയും ഒരു സ്വതക നൽകാൻ നമ്മൾ തയ്യാറാവുക. എല്ലാ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ടെന്നാണ് എല്ലാ പ്രഭാതത്തിലും. എന്നിട്ട് അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഈ കൊടുക്കുന്നവനെ ഇനിയും ധാരാളമായി നീ കൊടുക്കണേ എന്നാണ്. അതുകൊണ്ടാണ് കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഉണ്ടാവും, ഒരു കുറവും ഉണ്ടാവില്ല. മറ്റേ മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. പിടിച്ചു വെക്കുന്നവനെ, പിശുക്കുന്നവന് അല്ലാഹുവേ നീ ദാരിദ്ര്യം കൊടുക്കണേ, അവനെ നീ നശിപ്പിക്കണേ എന്ന് മറ്റേ മലക്കാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിയുമെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ചെറിയൊരു സ്വതക്ക പെട്ടി നമ്മൾ ഉണ്ടാക്കുകയും അതിലേക്ക് ഓരോ പ്രഭാതത്തിലും ചില്ലറ സംഖ്യ ഇടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ചെറിയ സംഖ്യ, 1 രൂപയാണെങ്കിൽ 10 രൂപയാണെങ്കിൽ നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ, സ്വതക്ക ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഇനി വലിയൊരു സംഖ്യ ആകുമ്പോൾ ആർക്കെങ്കിലും സാധുക്കൾ കൊടുക്കുക. വലിയ മാറ്റങ്ങൾ, അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. നന്മയുള്ള ജീവിതമാക്കി പരലോകത്തിനോടൊരു പ്രതിബദ്ധതയുള്ള, അള്ളാഹുവോട് ശുക്റുള്ള ഒരു അടിമയായി നമ്മളൊക്കെ മാറണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു കാര്യം കൂടി പറയട്ടെ. ഒരിക്കലും ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നേ ദിവസം നോമ്പ് നോറ്റ ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനുണ്ട് നബിയെ. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്ത ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അബൂബക്കർ റളിയല്ലാഹു തന്നെ പറയുന്നു, ഞാനുണ്ട് നബിയെ എന്ന്. ഫമൻ ഷഹിദ മിൻകുമുൽ യൗമ ജിനാസ, ഇന്നൊരു ജനാസയെ സാക്ഷ്യം വഹിച്ച ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അതിനും അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാനുണ്ട് നബിയെ എന്ന്. അവസാനത്തെ നബിയുടെ ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്ന് രോഗിയെ സന്ദർശിച്ച ആരാ ഉള്ളത്? നോക്കൂ നിങ്ങൾ, അതിനും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാനുണ്ട് എന്നാണ്. എല്ലാ നന്മകളിലും കിട്ടുന്ന സമയങ്ങളിൽ അവർ മുതലെടുത്തു എന്നല്ലേ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പരലോകത്തിന് പ്രാമുഖ്യം കൊടുത്ത് കിട്ടുന്ന സമയം പരമാവധി അള്ളാഹുവിന് വേണ്ടി ചിലവഴിച്ച് അള്ളാഹ് തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ നമ്മളൊക്കെ സന്നദ്ധമാവുക. അള്ളാഹു അതിന് നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് ഇൻഷാ അല്ലാഹ് ദഅവാ ഫണ്ടിനാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി അതിലേക്ക് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കടം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രയാസവും നീ നീക്കി കൊടുക്കണമേ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ശിഫ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഗുരുക്കന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിടവും നീ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.